കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സാഹിബ്, സെയ്ദ് മുത്തുക്കോയ തങ്ങൾ, അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് കുഞ്ഞു സാഹിബ്, ജനാബ് സക്കീർ ഈരാറ്റുപേട്ട, വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട്. ജനാബ് മാർക്ക് അബ്ദുൽ സലാം സാഹിബ്, ജലീൽ സാഹിബ് ഉൾപ്പെടെ ഏകദേശം 1500ഓളം മഹലുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കഴിഞ്ഞ 40 വർഷക്കാലമായി ദക്ഷിണ കേരളത്തിൽ പ്രവർത്തനം നടത്തി വരികയാണ്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സഹോദരങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അച്ചടക്കത്തോടു കൂടി ഇതിന് നേതൃത്വം കൊടുക്കുക ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വലിയ പണിപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ വളരെ ഭംഗിയായി അതിൻ്റെ കർത്തവ്യം നിർവഹിച്ചു വരികയാണ്. കുറച്ച് മുമ്പ് ഇവിടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70ാം വാർഷികം അതിൻ്റെ ലോഗോ പ്രകാശനം നടത്തി. കഴിഞ്ഞ 70 വർഷക്കാലമായി ദക്ഷിണ കേരളത്തിൽ മഹല്ലുകളെ കൃത്യമായ അച്ചടക്കത്തോടു കൂടി നയിക്കാൻ സാധിച്ചത് വലിയ ഒരു സംഭവമാണ്. അതിന് വലിയ സന്തോഷവുമുണ്ട്. ഈ പരിപാടി വളരെ സമയം അതിക്രമിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. എന്നാൽ 1-2 കൊച്ചു കാര്യങ്ങൾ മാത്രം എൻ്റെ വളരെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം ഈ വേദിയിൽ രേഖപ്പെടുത്തണമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഈ ഇരിക്കുന്നവരൊക്കെ പല മഹല്ലുകളിലെയും ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ അംഗങ്ങളാണ്. സമൂഹം നമ്മളെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വീട്ടിനകത്ത് രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പുറത്തു കൊണ്ടുവരുന്ന ഒരു യന്ത്രമാണ്. വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ ജമാഅത്തുകളിലും പള്ളിക്കുള്ളിലും തമ്മിൽ തല്ലും വാക്പോരും കയ്യേറ്റവും വരെ മൊബൈൽ റെക്കോർഡ് ചെയ്ത് പുറത്തു വരുന്നൊരവസ്ഥ ഇന്ന് നമ്മൾ കാണും. ഇത് നമ്മുടെ സമുദായത്തിനകത്ത് ഉണ്ടാകുന്ന ഈ പള്ളിക്കകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ വളരെ വേദനാജനകമാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഭവനം അത് വൃത്തിയായി സൂക്ഷിക്കാനും അതിനെ പരിപാലിക്കാനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും. പരിപാലനമാണത്, ഒരു പരിപാലനം. അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ എല്ലാവരും കൊടുക്കുന്ന ചില്ലറ നാണയങ്ങൾ പിരിച്ചെടുത്ത് അതിൻ്റെ ചെലവുകൾ നടക്കുക, അതിന് പള്ളി പരിസരത്തുള്ള സമൂഹത്തിന് ഉന്നതയുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് ഒരു പള്ളി പരിപാലന കമ്മിറ്റി ചെയ്യേണ്ടത്. അതിലേക്ക് സ്വമനസ്സാലെ ഒരു വോളണ്ടറി ആയിട്ട് അതിൽ പങ്കെടുക്കേണ്ടതാണ്. അതിന് പകരം ഇന്ന് കാണുന്ന വളരെ മോശമായ പ്രവണത, ആ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ എന്തോ വലിയൊരു നാണക്കേട് സംഭവിക്കുന്ന രീതിയിലുള്ള വാശിയും വൈരാഗ്യവും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് നേതൃത്വം ഒരു സുപ്രഭാതത്തിൽ അത് സാധ്യമാകില്ല എന്നെനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ കാലാന്തരങ്ങളിൽ ഇത്തരം മത്സരങ്ങൾ നമ്മൾ പള്ളിക്കകത്ത് നിന്ന് ഒഴിവാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമുക്ക് പുറകെ ഒരു തലമുറ കടന്നു വരുന്നുണ്ട്. നമ്മളെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് പുറകിൽ ഒരു പുതിയ തലമുറ വരുന്നു. അവരിത് കണ്ട് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ സമുദായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമുദായത്തിനകത്ത്
സ്ഥലത്ത് അവരെ പിടിച്ചു നിർത്തി അവരെ നേതൃത്വ നിലയിലേക്ക്, അവരുടെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമ്മളാണ് വഴികാട്ടേണ്ടത്. നമ്മൾ നന്നാവണം, സമൂഹം നന്നാവണം, ഈ ലോകം നന്നാവും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.